ഇപ്പോൾ ശ്രീജിത്ത് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പ്രസാദുമായി സംസാരിക്കണമെന്ന് പറയുന്നു. ശ്രീജിത്ത്, കേൾക്കാമെങ്കിൽ? പ്രസാദ് ഉണ്ട് ലൈനിൽ. താങ്കൾ എന്താണ് പറയാൻ വന്നത്? ഹലോ പ്രസാദേട്ടാ. ഹലോ, പറഞ്ഞോ ശ്രീജിത്തെ. പ്രസാദേട്ടാ, എന്താ പറയാ, നിങ്ങളെ എന്താ പറയാ, ചിന്തിക്കുമ്പോൾ സങ്കടം വരുന്നേ. കാരണം ചെളിയിലാവട്ടെ അല്ലെങ്കിൽ പാറയിലോ എന്താ പറയാ, ഒറ്റയ്ക്ക് ഓടിപ്പാഞ്ഞിട്ടുള്ളല്ലേ. ചേട്ടന്റെ മാരില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാനലൊക്കെ മാറ്റി നോക്കും. പക്ഷെ ഈ റിപ്പോർട്ടർ ടി വി എന്ന് പറയാം, ചാനലെന്ന് പറഞ്ഞ മാതിരി ഇതിനെ കവർ ചെയ്യാൻ പറ്റിയ വേറെ ചാനലില്ല കേട്ടോ. സങ്കടം. ഞാൻ 4 ദിവസമായി എനിക്ക് കരച്ചിൽ വരെ ഇടയ്ക്ക്. അപ്പൊ ചേട്ടൻ ചളിയിലോ അല്ലെങ്കിൽ ചേട്ടൻ ഒരു ഇന്നലെ പറഞ്ഞ ഒരു കുട്ടീന്റെ ഒരു ഉടുപ്പിലുള്ള പൂവ് അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങള് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റവ് മിക്സിന്റെ ജാറ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇത്ര അകം മഴഞ്ഞ് പറഞ്ഞ ഒരാളല്ലേ. സത്യം ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങളെ ദൈവത്തിന്റെ നന്നായിരില്ലേ. സത്യം നിങ്ങൾക്ക് എന്താ പറയാ, എനിക്ക് വേറെ വാക്കുകളൊന്നും ഇല്ല. അതേപോലെ ചേട്ടന്റെ കൂടെ ഉള്ള വിനേട്ടൻ ക്യാമറ ആയിട്ട് വരും. ശ്രീജിത്തിനെ പോലെയുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ടാണല്ലോ ശ്രീജിത്തെ നമുക്കുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സത്യം പേടിയാണ്. കാരണം എവിടെയായാലും ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാ കാര്യം ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥല്ലേ, വല്ലാത്ത സംഭവം തന്നെ. എന്താ പറയാ, ചേട്ടൻ എപ്പോഴും ഒരിക്കൽ കാണാൻ ഭയങ്കര ആഗ്രഹം ചേട്ടാ. എന്തോ പിന്നെ ചാനൽ കേട്ടോ. ശരി ശ്രീജിത്ത്, മനസ്സിലാക്കുമല്ലോ അവിടുത്തെ ഒരു സാഹചര്യം. പ്രസാദ് ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് മാറേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യമാണ്. കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇത്തരത്തിൽ അവിടെ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രസാദ്, ശ്രീജിത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് മറുപടി പറയാനുള്ളത്? ശ്രീജിത്തിനോട് നമുക്ക് പറയാനുള്ളത്, ശ്രീജിത്തിനെ പോലെയുള്ള പ്രേക്ഷകരാണ് റിപ്പോർട്ടറിൻ്റെ കരുത്ത്. ശ്രീജിത്തിനെ പോലെയുള്ള ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടെന്നറിയാം. ഇത് കണ്ടില്ലേ ശ്രീജിത്തെ, അതായത് തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലെ ആളുകൾ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറാണ് ശ്രീജിത്തെ. ഇവർ അനുഭവിച്ച അല്ലെങ്കിൽ ഇവർ ഒരു ഏറ്റുവാങ്ങിയ ഒരു ദുരന്തത്തിൻ്റെ ഒരു ശതമാനം പോലും വരില്ല നമ്മൾ ഈ എടുക്കുന്ന ജോലി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ എത്രമാത്രം ഈ ദുരന്തം ഏറ്റുവാങ്ങി എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക എന്ന ജോലി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് നമ്മുടെ വ്യക്തിപരമായ ഒരു അസൗകര്യം മാത്രമാണ്. പക്ഷെ അതൊന്നുമല്ല, എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതെന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നടന്നു പോയേ പറ്റൂ. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ശ്രീജിത്തെ, ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ശരീരമുണ്ടാകും. അവരുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ പലയിടങ്ങളിലും കഴിയുന്നുണ്ടാകും, ഇതൊക്കെ കാണുന്നുണ്ടാകും. ഇതിൻ്റെ അടിയിൽ വീടുണ്ട് ശ്രീജിത്തെ. അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക എന്ന ജോലി ചെയ്യുകയാണ് നമ്മൾ. അതല്ലാതെ നമ്മുടെ ഭാഗത്തുനിന്ന് വലിയ ത്യാഗമോ അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും റിപ്പോർട്ടറിൻ്റെ കൂടെ നിൽക്കുന്നതിൽ, ഞങ്ങളെ കാണുന്നതിൽ വലിയ നന്ദിയുണ്ട് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പ്രേക്ഷകരോട്. പക്ഷേ ചേട്ടൻ്റെ ഒറ്റയ്ക്ക് ചളിയിലൊക്കെ അങ്ങനെയാ പോണത്. ബാക്കിയുള്ള ചാനലിലാവട്ടെ ആരെങ്കിലും അയാൾ സ്വന്തം എന്ത് ചെയ്യാ, അയാൾ നിൽക്കുന്ന സ്ഥലം നിലനിൽപ്പ് റെഡിയാക്കിയിട്ട് അവിടെ നിന്ന് മാത്രം സംസാരിക്കുക. ചേട്ടൻ എന്ത് ചെയ്യാ, ഇറങ്ങിയിട്ടില്ലേ എല്ലാ ഇതിന്റെ ഇടയിലേക്ക് പോകുമ്പോഴും സങ്കടം. തീർച്ചയായും ശ്രീജിത്ത്, ഞങ്ങൾക്കും ആശങ്കയാണ്. ഇവർ ഈ ചളിയിലൂടെയൊക്കെ അല്ലെങ്കിൽ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇപ്പോൾ പോലും അവിടെ രക്ഷാപ്രവർത്തകരൊക്കെ മടങ്ങുകയാണ്. പ്രസാദ് ഉൾപ്പെടെയുള്ളവർ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ പ്രസാദ് ഏറെ വൈകാതെ അവിടെ നിന്ന് നീങ്ങുക, കാരണം അതൊരു പ്രശ്നമുള്ള ഏരിയയാണെന്ന് മനസ്സിലാക്കുന്നു. ഹലോ, ഉറപ്പായിട്ടും വിനീത, നമ്മളിവിടുന്ന് നമുക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാൽ വിനീത, രക്ഷാപ്രവർത്തകർ മുഴുവൻ ഇവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. ഇവിടുന്ന് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അതായത് അവസാനത്തെ ബാച്ച് കൂടി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ താഴേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മാത്രമല്ല മുകളിലുള്ള മുഴുവൻ ആളുകളോടും പുറത്തേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് ഇവർ മടങ്ങുകയാണ്. ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ഇന്നലെയും ഇവിടെ മഴ പെയ്തത്. ഞാൻ നേരത്തെ രാവിലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് തുടർച്ചയായി മഴ പെയ്യുകയാണ്. മഴ പെയ്യുമ്പോൾ ഇനിയിപ്പോൾ വയനാട്ടിലുള്ളവർക്ക് ആശങ്കയാണ്. കാരണം തുടർച്ചയായ മഴയാണല്ലോ ഈ ഉരുൾപൊട്ടലിന് കാരണമായി വരുന്നത്. അങ്ങനെ ഈ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഉരുൾപൊട്ടിയ സ്ഥലം എന്ന നിലയിൽ
കൂടുതൽ ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇനിയുമുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളോടും മുഴുവൻ ആളുകളോടും ഇവിടുന്ന് പെട്ടെന്ന് മാറാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നതും. എന്തായാലും അവസാനത്തെ ബാച്ച് ഉൾപ്പെടെ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. രക്ഷാപ്രവർത്തനം മനുഷ്യസാധ്യമായതും യന്ത്രസാധ്യമായതും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട് എന്നതാണ്. പക്ഷേ എന്നിട്ടും ഇനിയും എത്ര പേരെ കിട്ടാൻ ബാക്കിയുണ്ട്, അവരിൽ എത്ര പേരെ കിട്ടും എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിനീത. ശരി പ്രസാദ്, ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ബിലാൽ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, അവിടെ നിന്ന് മടങ്ങേണ്ടതുണ്ട്, എങ്കിലും ബിലാലിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. പലരും ഇത്തരത്തിൽ റിപ്പോർട്ടിന്റെ പ്രതിനിധികളെ അന്വേഷിച്ച് വിളിക്കുന്നുണ്ട്. ബിലാൽ, പ്രസാദ് ഉണ്ട്, സംസാരിക്കാം. ഹലോ പ്രസാദ് ഏട്ടാ. ഹലോ, സംസാരിച്ചോളൂ പ്രസാദ്. ബിലാലെ പറഞ്ഞോളൂ. ചേട്ടാ നമസ്കാരം. പറഞ്ഞോളൂ. ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്ന ചേട്ടന് ദൈവം അനുഗ്രഹിക്കണം. നമസ്കാരം ബിലാൽ. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ത്യാഗമാണ്. മറ്റ് ചാനലുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ചേട്ടൻ അവതരിപ്പിക്കുന്നത്, ഓരോ കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും ദുർഘടം പിടിച്ച പാതകളിൽ ചേട്ടൻ കടന്നു ചെന്ന് അതിന്റെ ഓരോ സീനുകളും ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് ചേട്ടൻ 1000 നന്ദി പറയണം. അതുപോലെ തന്നെ വാർത്ത വായിക്കുന്ന മാഡം, അതുപോലെ അരുൺ സാറ്, ഇവർക്കൊക്കെ ബിഗ് സല്യൂട്ട്. അതെ അതെ ബിലാലെ, അല്പസമയം മുമ്പ് ശ്രീജിത്തും പറയുകയായിരുന്നു നമ്മളോട് ഇത് അതെ നമ്മുടെ ഇപ്പോൾ ഈ വയനാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച അല്ലെങ്കിൽ മുന്നിൽ കണ്ട ദുരന്തത്തിൻ്റെ ഒരു 0.1% പോലും വരില്ല ബിലാലെ നമ്മൾ ഈ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജനങ്ങളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എത്രമാത്രം ഇവർ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു ഈ പ്രദേശം എന്നുള്ളത് നമുക്കൊന്നും അറിയില്ലല്ലോ. ഈ പറയുന്ന ഞാനടക്കം ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഇപ്പോൾ ബിലാൽ, നമ്മൾ നേരത്തെ ശ്രീജിത്തിന് കാണിച്ചു കൊടുത്തു ഈ ഒരു ഗ്യാസ് കുറ്റി കണ്ടോ? ഇത് കണ്ടോ ബിലാൽ? മനുഷ്യർ കഴിഞ്ഞ ദിവസം വരെ ഈ ഉരുൾപൊട്ടൽ നടക്കുന്നത് വരെ ഉപയോഗിച്ചതാണ്. അത് കിടക്കുന്ന സ്ഥലം കണ്ടോ? ഇപ്പോഴും ഇത്ര വലിയ ദുരിതമാണ് എവിടെ നോക്കിയാലും. ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ജോലി മാത്രമാണ്. അതിൽ നമ്മൾ ചളിയിലിറങ്ങുകയോ അതല്ലെങ്കിൽ കാട് കയറുകയോ ചെയ്യുന്നതിൽ നമുക്ക് വ്യക്തിപരമായി അതിലൊരു പ്രയാസവുമില്ല എന്നുള്ളതാണ്. അതായത് ഇവർ അഭിമുഖീകരിക്കുന്ന ആ ബുദ്ധിമുട്ടിൻ്റെ ഒരു തീവ്രത പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്ര കണ്ടെത്തിക്കാൻ പറ്റും നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്താലും അതൊരിക്കലും പൂർണ്ണമാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പരമാവധി ചെയ്യുക ബിലാൽ. നമ്മുടെ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അത് നമ്മൾ പരമാവധി ചെയ്യുക. നമ്മുടെ ദൗത്യം പ്രേക്ഷകരെ ഇത്തരം കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം നമ്മൾ നിറവേറ്റുന്നു. പ്രസാദ്, അഭിലാഷ് എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് അടൂരിൽ നിന്നും വിളിക്കുന്നത്. എനിക്കറിയാം പ്രസാദിന് അവിടെ നിന്ന് മടങ്ങേണ്ടതുണ്ട്, പക്ഷെ അഭിലാഷ് കൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അഭിലാഷ് പറഞ്ഞോളൂ, പ്രസാദിന് കേൾക്കാം. ഹലോ സാർ, നിങ്ങളുടെ റിപ്പോർട്ട് ചാനൽ 3 ദിവസം കൊണ്ട് ഞാൻ കാണുന്നുണ്ട്. ഇത്രയും നല്ല കണക്കൊരു ന്യൂസും കാര്യങ്ങളും എത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ അവിടെ വരെ പോയി എല്ലാം റിപ്പോർട്ട് ചെയ്ത് നമ്മളെ എല്ലാം അറിയിക്കുകയും ചെയ്തതിനകത്ത് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ അടുത്ത്. സാറാണെങ്കിലും അരുൺ സാറ് ഇവിടെ സ്റ്റുഡിയോയിൽ നിന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. വളരെ വളരെ നന്ദി കേട്ടോ. കാരണം വേറൊരു ചാനൽ ഇത്രയും ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല. നേരത്തെ വിളിച്ചവരോട് പറയുകയായിരുന്നു. അതെ, നമ്മൾ 16 ക്യാമറകളാണ് ഇവിടെ നമ്മളുള്ളത്. പല മേഖലകളിലും എല്ലാ മേഖലകളിലും 2-3 ആളുകളാണ്. അതായത് പരമാവധി വീടുകളിലേക്ക് എത്തുക, ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക, അവരെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ വിജയിക്കുകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾ ഇവിടേക്ക് ഞങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുന്നത് ഈ ഒരു ചാനലിൽ മാത്രം അറിയാൻ പറ്റിയത്. താങ്ക് യു. നമ്മൾ ഇനിയും ഇത്തരം ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അതിനുവേണ്ടിയുള്ള നമ്മൾക്കാവുന്ന വിധത്തിലുള്ള വലിയ പരിശ്രമം നമ്മൾ നടത്തുക തന്നെ ചെയ്യും, ഉറപ്പായും. ശരി TV പ്രസാദ്, നന്ദി അഭിലാഷ് വിളിച്ചതിൻ്റെ.